Namaskaram friends, Garam Masala പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മസാല ബോണ്ടയാണ്. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ മസാല ബോണ്ടയാണ് ഉണ്ടാക്കുന്നത്. വേറൊന്നുമില്ല, ചക്കക്കുരു ഉപയോഗിച്ചിട്ടുള്ള ഒരു മസാല ബോണ്ടയാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കാറുള്ളത് പൊട്ടാറ്റോ ഉപയോഗിച്ചിട്ടാണ്. നല്ലൊരു ടീ ടൈം സ്നാക്കായിട്ട് നമുക്ക് ഈ മസാല ബോണ്ട സെർവ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഈ ചക്കക്കുരു മസാല ബോണ്ട റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഫ്രണ്ട്സ്, ആദ്യം നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇവിടെ ഞാൻ 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ ക്രഷ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഈ ബൗളിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുകയാണ്. നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം, 1 ടീസ്പൂണാണ്. ഇതിലോട്ട് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് 1/4 കപ്പ് അരിപ്പൊടി ചേർക്കണേ. അടുത്തതായിട്ട് ഞാൻ 1/4 കപ്പ് കടലമാവ് ചേർക്കുന്നുണ്ട്. ഇനി മൈദ ചേർക്കാം, ഇതും 1/4 കപ്പാണ്. നമുക്ക് ഇതിലോട്ട് 1/4 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർക്കാം. ഇപ്പോൾ ടോട്ടൽ 1 കപ്പ് പൊടിയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. നമുക്ക് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കി മാറ്റണം. അങ്ങനെ നമ്മുടെ ചക്കക്കുരു മസാല ബോണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ്. ഇനി ഈ ബാറ്ററിനെ നമുക്ക് പൊങ്ങാൻ വേണ്ടി വെക്കാം. 3-4 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ നല്ല ബോണ്ട തന്നെ കിട്ടും കേട്ടോ. നമുക്ക് ഈ പെട്ടെന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്കിത് ഉപയോഗിക്കുകയും ചെയ്യാം. അടുത്തതായിട്ട് ഞാനിവിടെ ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇത് 2 കപ്പ് ചക്കക്കുരുവാണ്. ഈ ചക്കക്കുരു ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലത്തെ വെള്ള കളറ് പോർഷൻ ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഈ ബ്രൗൺ കളർ പോർഷൻ കളഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ഇത് കളയാട്ടോ. ഇനി നമുക്ക് നന്നായി കഴുകിയെടുത്ത് ഈ ചക്കക്കുരുവിനെ ഒരു പ്രഷർ കുക്കറിലോട്ട് എടുക്കാം. ഇതിനെ കവർ ചെയ്യുന്ന അത്രയും വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ പ്രഷർ കുക്കർ അടച്ചു വെച്ചിട്ട് 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഈ ചക്കക്കുരു നമുക്ക് മാഷ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കാം. നമ്മുടെ പാന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. 2 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. അടുത്തതായിട്ട് ഞാൻ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് 2 സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 പച്ചമുളകാണ്. ഇത് നല്ല എരിവുണ്ട്, അതുകൊണ്ട് 1 എടുത്തിട്ടുള്ളൂ. ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടെ നമ്മുടെ ചൂടായ പാനിലോട്ട് മാറ്റാം. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നല്ല സോഫ്റ്റായി വരട്ടെ, അതുവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചക്കക്കുരു കേട്ടോ. ഈ ചക്കക്കുരു ഞാൻ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഈ ചക്കക്കുരു ഞാൻ ബ്രൗൺ പോർഷനോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ഉണ്ട് കേട്ടോ നമ്മുടെ ചക്കക്കുരു പൊടിച്ചെടുത്തതിന്. ഇനി നമ്മൾ ബ്രൗൺ പോർഷൻ കളയുകയാണെങ്കിൽ വെള്ള കളർ തന്നെയായിരിക്കും നമ്മുടെ ചക്കക്കുരു. നമ്മുടെ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ പൗഡറുകൾ ചേർക്കണേ. മസാല ബോണ്ടല്ലേ ഇത്. അപ്പോൾ ഞാൻ ഇതിലോട്ട് നന്നായിട്ട് തന്നെ മുളക് പൊടി ചേർക്കണം. 1 ടീസ്പൂണൊക്കെ മുളക് പൊടി ചേർക്കാം. എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. അതുപോലെ 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. ഈ പൗഡറിൻ്റെയൊക്കെ റോസ്മെൽ പോട്ടെ, അതുവരെ വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചക്കക്കുരു ചേർക്കാം. കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത് കൂടെ ചേർക്കുകയാണ്. നമുക്കിനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ചക്കക്കുരു മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഈ മസാല നല്ല ഡ്രൈ ആട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നാലും വെള്ളമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിൽ. കാരണം നമുക്ക് ഉരുട്ടിയെടുക്കാനും സൗകര്യത്തിനും പിന്നെ കഴിക്കുമ്പോൾ നല്ല ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഈ ഡ്രൈ അല്ലെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലൊരു മസാലയുടെ ഫ്ലേവർ വരുന്നുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്രണ്ട്സ്, കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ചീനച്ചട്ടിയാണ്, മണ്ണിൻ്റെ ചീനച്ചട്ടി. ഞാനിനി ഗ്യാസ് ഓൺ ചെയ്യുന്നു. നമ്മുടെ ഈ ചട്ടി നന്നായിട്ട് ചൂടായി വരട്ടെ. നമ്മുടെ മസാല കേട്ടോ, മസാല ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇതിന്ന് മീഡിയം സൈസുള്ള ബോൾസ് ഉണ്ടാക്കാം. വേണമെങ്കിൽ വലിയ ബോൾസ് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന മസാല ബോണ്ട പോലെയുള്ള വലിയ ബോൾസ് ഉണ്ടാക്കാം. കൈ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ഒരു മാവ് എടുക്കുന്ന അതേ വലുപ്പത്തിലുള്ള ബോൾസ് ആട്ടോ ഉണ്ടാക്കുന്നത്. ഒരു ബോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ബോൾ ഉണ്ടാക്കാം. ഇങ്ങനെ ഈ മസാല ഉപയോഗിച്ചിട്ട് നമുക്ക് മുഴുവൻ ബോളുകളും സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ അടുത്ത ബോളും റെഡി ആയിട്ടുണ്ട്.
നമ്മുടെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ പാനിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. 1 കപ്പോളം വെളിച്ചെണ്ണ ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മസാല ഉപയോഗിച്ചിട്ട് ഞാൻ 12 അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബോൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ 11 വലുതാണ്, 1 ചെറുതാട്ടോ. അതുപോലെ ഇത് ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബാറ്ററാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഓരോ ബോൾ എടുത്തിട്ട് ഈ ബാറ്ററിൽ മുക്കിയെടുക്കാം. ഇങ്ങനെ ഓരോ ബോൾ എടുത്തിട്ട് ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലോട്ട് മാറ്റാം. നമ്മുടെ എണ്ണ ചൂടായോ എന്ന് നോക്കാം. നമുക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ബോണ്ടകൾ ചൂടായ എണ്ണയിലോട്ട് മാറ്റാം. ഒരു സമയം ഒരു 2-3 ബോണ്ടയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ബോണ്ട ഫ്രൈ ആകട്ടെ. മണ്ണിൻ്റെ ചീനച്ചട്ടി നമ്മൾ മാറ്റിയെടുത്തതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മയങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഫ്രൈ ചെയ്യാൻ പോലും പറ്റുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ ബോണ്ട ഫ്രൈ ആയി വരട്ടെ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബഞ്ച് മസാല ബോണ്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈസി ആയിട്ട് തന്നെ അടിയിലൊന്നും പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബോണ്ട. അപ്പോൾ നമ്മുടെ ഈ ചക്കക്കുരു മസാല ബോണ്ടയെ നമുക്കൊരു കിച്ചൺ ടിഷ്യൂലോട്ട് മാറ്റാം. ഇതുപോലെ നമുക്ക് അടുത്ത ബഞ്ച് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ അടുത്ത ബഞ്ചും റെഡി ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് മാറ്റിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ മസാല ബോണ്ട ഇഷ്ടപ്പെട്ടില്ല. വെറൈറ്റി ആയിട്ട് ചക്കക്കുരു ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ മസാല ബോണ്ട ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ലൊരു ടീ ടൈം സ്നാക്കായിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.